ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിലനിൽക്കുന്ന വർദ്ധിച്ചു വരുന്ന ഭിന്നതകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇടയിൽ ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവായുധ ശക്തികളായ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ ഉടമ്പടി അടുത്ത വർഷം ഫെബ്രുവരിയിൽ കാലാവധി അവസാനിക്കാനിരിക്കെ അതൊരു വർഷത്തേക്ക് കൂടി പാലിക്കാൻ താൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചു. ഈ നീക്കം ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും പുതിയൊരു സാധ്യത തുറന്നു നൽകുന്നു. റഷ്യൻ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച ശത്രുതാപരമായ നിലപാടുകൾ ആണവായുധ ശക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ തകർത്തുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആണവ മിസൈൽ പ്രതിരോധ ആയുധ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള സോവിയറ്റ് റഷ്യൻ അമേരിക്കൻ കരാറുകളുടെ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. ഈ കരാറുകൾ ആഗോള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോകം ആണവായുധങ്ങളുടെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ആയുധ നിയന്ത്രണ ഉടമ്പടികളുടെ പ്രാധാന്യം വർദ്ധിച്ചത്. അമേരിക്കയും അന്നത്തെ സോവിയറ്റ് യൂണിയനും ആണവായുധ ശേഖരം പരിമിതപ്പെടുത്താനുള്ള നിരവധി കരാറുകളിൽ ഏർപ്പെട്ടു. ഈ ഉടമ്പടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2010 ഒപ്പുവെച്ച പുതിയ സ്റ്റാർട്ട് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ഇരു രാജ്യങ്ങൾക്കും വിന്യസിക്കാൻ കഴിയുന്ന തന്ത്രപരമായ ആണവ വാഹകരുടെ എണ്ണം 700 പരിമിതപ്പെടുത്തുന്നു. ഇതിൽ ഭൂമിയിൽ സ്ഥാപിച്ച മിസൈലുകൾ, അന്തർവാഹിനികളിലെ മിസൈലുകൾ, ദീർഘദൂര ബോംബറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വിന്യസിക്കാൻ കഴിയുന്ന ആണവ പോർമുനകളുടെ എണ്ണം 1550 ചുരുക്കി. ഈ ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും ആണവ ശേഖരങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പരസ്പരം കൈമാറാനും പരിശോധനകൾ നടത്താനും വ്യവസ്ഥ ചെയ്യുന്നു. ഈ കരാർ കാലഹരണപ്പെട്ടാൽ ലോകം ഒരു പുതിയ ആണവായുധ മത്സരത്തിന്റെ ഭീഷണിയിലാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. പുതിയ സ്റ്റാർട്ട് ഉടമ്പടി കാലഹരണപ്പെടാൻ അനുവദിക്കുന്നത് തെറ്റായ ഒരു നടപടി ആയിരിക്കുമെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇത് ആണവ നിർവ്യാപന ഉടമ്പടിയിലെ ലക്ഷ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുടെ ഈ നീക്കത്തിന് പിന്നിൽ തന്ത്രപരമായ നിരവധി കാരണങ്ങളുമുണ്ട്. റഷ്യ-US ബന്ധങ്ങൾ വഷളായ ഒരു സമയത്ത് സമാധാനപരമായ സഹകരണത്തിന് റഷ്യ തയ്യാറാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ ഈ പ്രഖ്യാപനം സഹായിക്കുന്നു. ആണവ നിയന്ത്രണത്തിൽ റഷ്യയുടെ ഉത്തരവാദിത്തം ഇത് ഊന്നി പറയുന്നു. ആണവ നിയന്ത്രണ കരാറുകളിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയത് റഷ്യയ്ക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു. 2002 അമേരിക്ക ആന്റിബാലിസ്റ്റിക് മിസൈൽ ഉടമ്പടിയിൽ നിന്നും 2019 ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ സ്റ്റാർട്ട് ഉടമ്പടി ഒരു വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള റഷ്യയുടെ സന്നദ്ധത അമേരിക്കയെ സമാനമായൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. തങ്ങളുടെ തന്ത്രപരമായ പ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുന്ന അമേരിക്കൻ നീക്കങ്ങളെ റഷ്യ നിരീക്ഷിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനവും തന്ത്രപരമായ ആക്രമണ ആയുധങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളും റഷ്യയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നവയാണ്. തങ്ങളുടെ നിലപാട് അമേരിക്ക അംഗീകരിച്ച് സഹകരിച്ചില്ലെങ്കിൽ റഷ്യ അതിനനുസരിച്ച് പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പ് പുടിൻ നൽകി. റഷ്യയുടെ പ്രഖ്യാപനത്തോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നത് ആഗോള തലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡന്റെ ഭരണകൂടം ആണവ നിയന്ത്രണ കരാറുകൾക്ക് അനുകൂലമായ നിലപാടാണ് കൂടുതലും സ്വീകരിച്ചിരുന്നത്. അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഈ ഉടമ്പടി നീട്ടുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ല. എന്നിരുന്നാലും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ആണവായുധ നിയന്ത്രണത്തിൽ ചൈനയെ കൂടി ഉൾപ്പെടുത്തുമെന്ന് അമേരിക്ക ദീർഘകാലമായി ആവശ്യപ്പെടുന്നു. ചൈനയുടെ ആണവ ശേഖരം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ചൈന ഈ ചർച്ചകളിൽ പങ്കാളിയാകാൻ വിസമ്മതിക്കുന്നു. യുക്രൈൻ സംഘർഷം, റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കി. ഈ സാഹചര്യത്തിൽ ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നത് എളുപ്പമാകില്ല. റഷ്യയുടെ പ്രഖ്യാപനം ഉപാധികളോടെയാണ്. അമേരിക്കയും സമാനമായ മാതൃക പിന്തുടർന്നാൽ മാത്രമേ റഷ്യ ഈ തീരുമാനം നടപ്പിലാക്കുകയുള്ളൂവെന്നും പുടിൻ വ്യക്തമാക്കി. തന്ത്രപരമായ ആയുധങ്ങളിൽ നിലവിലുള്ള സ്ഥിതി നിലനിർത്താനുള്ള റഷ്യയുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും നടപടി അമേരിക്ക സ്വീകരിക്കുകയാണെങ്കിൽ റഷ്യ അതനുസരിച്ച് പ്രതികരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ വിശ്വാസക്കുറവ് വ്യക്തമാക്കുന്നു. ആണവായുധ മത്സരം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണിയാണ്. ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നത് ആഗോള സുരക്ഷയും തകർക്കും. ശീതയുദ്ധം അവസാനിച്ചെങ്കിലും ആണവായുധങ്ങളുടെ ഭീഷണി പൂർണ്ണമായും മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുതിയ സ്റ്റാർട്ട് ഉടമ്പടി പോലുള്ള കരാറുകൾ ലോകത്തിന് അനിവാര്യമാണ്. ഈ ഉടമ്പടിയുടെ ഒരു വർഷത്തെ കാലാവധി നീട്ടൽ ഇരു രാജ്യങ്ങൾക്കും ചർച്ചകൾക്കായി കൂടുതൽ സമയം നൽകും. ഇത് ഭാവിയിൽ കൂടുതൽ വിപുലമായ ആണവായുധ നിയന്ത്രണ ഉടമ്പടികൾക്ക് വഴിയൊരുക്കിയേക്കാം. ലോകത്തിന്റെ ഭാവി, പ്രത്യേകിച്ചും ആണവ ഭീഷണി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ആണവ നിയന്ത്രണത്തിനായുള്ള സഹകരണം തുടരുമോ അതോ ആയുധ മത്സരം വീണ്ടും ആരംഭിക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലോകത്തിന്റെ സുരക്ഷയും സമാധാനവും ഈ നിർണായക തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. പതിറ്റാണ്ടുകളായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയെ കണക്കാക്കപ്പെട്ടിരുന്ന റഷ്യ ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം തിരികെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ രംഗത്ത് റഷ്യയ്ക്കുള്ള ആധിപത്യം, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കുള്ള എണ്ണ, പ്രകൃതിവാതക കയറ്റുമതി ലോകരാഷ്ട്രീയ
രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ ശക്തി നൽകുന്നു. ഇത് പല രാജ്യങ്ങളെയും റഷ്യൻ നയങ്ങളോട് കൂടുതൽ സഹകരിക്കാൻ നിർബന്ധിതരാക്കുന്നു. സൈനിക ശക്തിയിലും നിയന്ത്രണ രംഗത്തും റഷ്യയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. സിറിയയിലെ ഇടപെടൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ശക്തമായ ബന്ധങ്ങൾ എന്നിവ റഷ്യയുടെ നയതന്ത്ര സ്വാധീനത്തിന് ഉദാഹരണങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു ബദൽ ശക്തിയായി റഷ്യയെ കാണുന്ന പല രാജ്യങ്ങളും റഷ്യയുമായി അടുക്കുന്നുമുണ്ട്. അമേരിക്കയുമായുള്ള ആണവായുധ നിയന്ത്രണ ചർച്ചകളിലെ റഷ്യയുടെ സജീവമായ പങ്കാളിത്തവും ചൈനയുമായുള്ള തന്ത്രപരമായ സഹകരണവും ആഗോളതലത്തിൽ റഷ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ റഷ്യ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ലോകക്രമം ഇനി സാധ്യമല്ലെന്നതും വ്യക്തമാണ്.